നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ 308 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലതുവശത്തെ കള്ളൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫാണ്. ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ഡിനു തോമസ് ഈലനാണ്. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിജു മേനോൻ്റെ CA ആൻ്റണി സേവ്യർ എന്ന കഥാപാത്രം, അതുപോലെ തന്നെ ജോജുവിൻ്റെ സാം അലക്സ് എന്ന എത്തിക്കൽ ഹാക്കറിൻ്റെ കഥാപാത്രം. ഇവർ രണ്ടുപേരും അച്ഛന്മാർ കൂടിയാണ്. ഒരാൾ തൻ്റെ മകളെ എല്ലാവിധ സപ്പോർട്ടും നൽകി, കരുതലും സ്നേഹവും നൽകി ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിൽക്കുന്നു. മറ്റേ ആൾ തൻ്റെ കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ കഠിനമായ ശിക്ഷകൾ നൽകി അവനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചില സംഘർഷങ്ങൾ, IQ ലെവലിൽ ഒരുപോലെ നിൽക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇരുചേരിയിൽ നിൽക്കേണ്ടി വരുന്നു. ഒരാൾ മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റേ ആൾ ഈ കുടുക്കിനകത്ത് പെടാതിരിക്കാൻ വേണ്ടിയുള്ള പഴുതുകൾ അന്വേഷിച്ച് ഓടുന്നു. ഇതാണ് ഈ തിരക്കഥയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. CA ആൻ്റണി ഒരിക്കലും ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനോ നല്ല അച്ഛനോ ആയിരുന്നില്ല. അയാളുടെ മുൻകാല പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. സാധാരണ സിനിമകളിൽ കണ്ടുവരുന്ന ഒരു വേഗതയൊന്നും ഈ ഒരു സിനിമയ്ക്ക് ഇല്ല. കാരണം ഇത് കഥാപാത്രങ്ങളുടെ ഒരു മാനസിക സംഘർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിൽ ബിജു മേനോൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ക്രൗര്യവും ദൈന്യതയും ഒരേപോലെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിലയാൾ വിജയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ജോജു ജോർജ്. സ്ക്രീൻ ടൈം നോക്കുമ്പോൾ ബിജു മേനോനാണ് ഇതിനകത്ത് സ്ക്രീൻ ടൈം കൂടുതലെങ്കിലും മനുഷ്യർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും അത് തോന്നാത്ത വിധത്തിലാണ് ഡിനു ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് പേരൻറ്റിങ്ങിനെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. കൂടുതലും ടെക്നോളജി നമ്മളുടെ പ്രൈവസിയെ കൂടുതൽ ബാധിക്കുന്ന, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ കൂടുതൽ ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പേരൻസിനും കുട്ടികൾക്കും തമ്മിൽ പരസ്പരം സംസാരിക്കാനുള്ള ഒരുപാട് സമയങ്ങൾ, അവസരങ്ങൾ റീൽസ് വഴിയും ഷോർട്സ് കണ്ടുമൊക്കെ നമ്മൾ കളയുന്നുണ്ട്. എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ബന്ധങ്ങളെ സങ്കീർണമാക്കുന്നതെന്നാണ് ഈ സിനിമ നമ്മളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള സംസാരം, അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആൻ്റണി ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല, നല്ല പോലീസ് ഉദ്യോഗസ്ഥനും ആയിരുന്നില്ല. അപ്പോൾ ആൻ്റണി മകനെ ഇങ്ങനെ നന്നാക്കാൻ, ഉപദേശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നൊരു ചോദ്യമുണ്ട്, ഉപദേശിക്കുന്നവർക്ക് അതിനുള്ള മിനിമം ക്വാളിറ്റി എങ്കിലും വേണ്ടതെന്ന്. അതായത് അച്ഛനമ്മമാർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി പണം വേണം. ആ പണം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തികൾക്ക് എല്ലാ വിധത്തിലും ഉള്ള ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. അത് കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ, മകന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പോലീസുകാരൻ. അയാൾക്ക് എങ്ങനെയാണ് തൻ്റെ മകൻ അച്ഛനോട് നന്നായിട്ട് പെരുമാറാത്തതിൻ്റെ പേരിലും ഡ്രഗ്സ് കഴിക്കുന്നതിൻ്റെ പേരിലും ഒക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ പേരിലുമൊക്കെ മകനെ ഉപദേശിക്കാൻ പറ്റുന്നതെന്നാണ് അതിലെ കഥാപാത്രമായ ഫിലിപ്പ് ചോദിക്കുന്നത്. ഈ ഫിലിപ്പിൻ്റെ ചോദ്യം ആൻ്റണിയോടല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ്. നമ്മൾ എത്രമാത്രം ഒരു മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് മക്കളെ ഉപദേശിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ ഒരു സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇർഷാദ് അലിയുടേത്. അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് വന്ന ലിയോണ, അതുപോലെ തന്നെ MLA ആയിട്ട് വന്ന രമ്യ സുരേഷ്, ഡോക്ടറായിട്ട് വന്ന ശാന്തി, പിന്നെ ഈ കുട്ടിയുടെ, അതായത് ജോജുവിൻ്റെ മകളുടെ കൂട്ടുകാരിയായിട്ട് വന്ന നിരഞ്ജന, പിന്നെ ഇവരൊക്കെ നല്ല കഥാപാത്രങ്ങളായിരുന്നു. നല്ല രീതിയിൽ ഇവരുടെ വേഷങ്ങൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെക്കാരൊക്കെ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് ഈ സിനിമയുടെ തുടക്കത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായിട്ട് എത്തുന്ന ഒരു പെൺകുട്ടിയെ ആണ്. വളരെ നല്ല പ്രകടനമായിരുന്നു ആ കുട്ടിയുടേത്. കൂടുതൽ വേഷങ്ങളിലേക്ക് ആ പെൺകുട്ടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വിനായകാണ്. വിഷ്ണു ശ്യാമിൻ്റേതാണ് ഇതിൻ്റെ സംഗീതം എന്ന് പറയുന്നത്. ഒരു സാധാരണഗതിക്ക് ഒരു സ്ലോ സ്പേസിലുള്ള ഒരു ത്രില്ലറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു വിഭാഗമാണ് പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് വിഷ്ണുവിന് ചില സ്ഥലങ്ങളിലൊക്കെ പാളിയതുപോലെ തോന്നി. കാരണം ഒരാകാംക്ഷയുടെ മൂഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സീന് യോജിക്കാത്ത വിധത്തിലുള്ള BGM ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് നിർബന്ധപൂർവ്വം നമ്മളെ ആകാംക്ഷ കൊണ്ടുവരണം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. കഥാപാത്രങ്ങളോടും സീനുകളോടും ഒക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന വിധത്തിൽ തന്നെയാണ് പശ്ചാത്തല സംഗീതം ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൽ സീന് ചന്തുനാഥിൻ്റെ ഫീനിക്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ഒരു സീനിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ്. കഥയ്ക്ക് സാമ്യമില്ല, സീനിന് സാമ്യമുണ്ട്. ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും അത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു ഫോൺ കോളിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം സൈബർ സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടത് പറ്റുന്നില്ല എന്ന് അതിൽ മാത്രം പിടിച്ചിട്ടാണ് ഇവർ ഈ കഥേനെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം സാം എന്ന് പറയുന്ന ആൾ സൈബർ വിദഗ്ധനാണ്. അയാൾ എത്തിക്കൽ ഹാക്കറാണ്, സൈബർ സെക്യൂരിറ്റി വിദഗ്ധനാണ്. അപ്പോൾ അയാൾക്ക് പിന്നെ ഒരു ഫോൺ കോളിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാത്ത വിധത്തിൽ അയാൾക്കത് സെറ്റ് ചെയ്യാൻ അറിയാമായിരിക്കാം. അതുപോലെ തന്നെ CCTV വിഷ്വൽസ് ഡിലീറ്റ് ചെയ്ത CCTV വിഷ്വൽസൊക്കെ അയാൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമായിരിക്കാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അതുപോലെ തന്നെ ജീവിതത്തിലെ വളരെയധികം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 ലൈനിൽ ഒതുക്കിയിരിക്കുന്ന ഒരു കേസ് ഫയൽ നമ്പർ, ആ കേസ് ഫയൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഹോട്ടൽ റൂം നമ്പർ, ഇങ്ങനെയൊക്കെ ഒരു നമ്പർ വെച്ചിട്ടുള്ളൊരു സംഭവം. അതായത് ഒരു ജീവിതത്തിലെ ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സാം എന്ന് പറയുന്ന മനുഷ്യൻ വർഷങ്ങളായിട്ട് ആൻറ്റി ഡിപ്രസൻറ്റ് മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. അയാൾക്ക് സുഡോക്കുവിൽ താല്പര്യമുണ്ട്, അയാൾ ചെസ്സ് കളിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള സ്വഭാവവിശേഷങ്ങളുള്ള ഒരാളാണെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ആയിക്കൂടെ, അങ്ങനെ വേണമെങ്കിലും ആകാം, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ അയാൾക്ക് നിലവിലുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ വിശ്വാസവുമില്ല. കാരണം അയാൾക്കൊരു കേസ് ഉണ്ടായി വന്നപ്പോൾ അതിനൊരു പരിഹാരമില്ലാതെ നിരന്തരമായിട്ടത് നീളുന്ന ഒരവസ്ഥയെപ്പറ്റിയൊക്കെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായപ്പോൾ അയാൾക്കതിൽ പ്രതീക്ഷയുമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സീനുകളുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ അതുവരെയുള്ളൊരു സ്വഭാവത്തിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണിത്. പിന്നെ ചില റിവ്യൂസൊക്കെ ഞാൻ കണ്ടതിൽ അവർ പറയുന്ന ഒരു കാര്യം, അവർക്കിതിൻ്റെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആരാണ് ഇതിനകത്തെ വില്ലനെന്ന്, ആരാണ് ഇതിനകത്തെ ക്രൈം ചെയ്യുന്ന ആളെന്ന്. പക്ഷെ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അതിനകത്തെ ഒരു നന്മമരത്തിനെ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കൂടിയായിരിക്കാം എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. നിങ്ങളെന്തായാലും ഈ സിനിമ കണ്ടു നോക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സിനിമയുമായിട്ട് പെട്ടെന്ന് വരാം.